ഹാർട്ടിൻ്റെ ആരോഗ്യത്തിനുള്ള സപ്ലിമെന്റ്സ്, വിറ്റാമിൻ എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ വ്യവസായം ലോകത്തെമ്പാടുമുണ്ട്. അമേരിക്കയിൽ തന്നെ ഏകദേശം 35 ബില്യൺ ഡോളറാണ് ഓരോ വർഷവും ആളുകൾ ഈ സപ്ലിമെന്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചെലവാക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സപ്ലിമെന്റ് ആയിട്ട് പറയപ്പെടുന്നത് കോഎൻസൈം ക്യൂ എന്ന് പറയുന്ന ഒരു സപ്ലിമെന്റ് ആണ്. ഇത് ഹാർട്ടിന്റെ റിസ്ക് ഒരുപാട് കുറയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. ആളുകൾ ആ ഒരു ഉദ്ദേശത്തിലാണ് ഇത് വാങ്ങിക്കഴിക്കുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാണ്, ഇതുപോലുള്ള സപ്ലിമെന്റ്സ് ഹൃദയത്തിന് ഉപകാരം ചെയ്യുന്നില്ല എന്നുള്ളത് പോട്ടെ, ദോഷം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. ഈ അടുത്ത് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ നടത്തിയ ഒരു പഠനത്തിൽ കൃത്യമായും കണ്ടെത്തി കോഎൻസൈം ക്യൂ സപ്ലിമെന്റ് ഉപയോഗിച്ചാൽ ഒരു ഗുണവുമില്ല. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും വിദേശത്തും ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന മറ്റൊരു സപ്ലിമെന്റ് ആണ് മീനെണ്ണ ഗുളികകൾ. ഒരുപാട് പഠനങ്ങളിൽ മീനെണ്ണ ഗുളികകൾ കൊണ്ട് ഹൃദയത്തിന് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാക്കുന്നതായിട്ടും തെളിവ് കണ്ടെത്തിയിട്ടില്ല. വെറുതെയാണ് ഇതുപോലുള്ള സപ്ലിമെന്റുകൾക്ക് വേണ്ടിയിട്ട് കാശ് ചെലവാക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സപ്ലിമെന്റ് ആണ് ഒമേഗ 3 ഫാറ്റി ആസിഡിന്റെ സപ്ലിമെന്റ്സ്. പലപ്പോഴും ഇതുപോലുള്ള സപ്ലിമെന്റ്സിനകത്ത് ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള റാൻസിഡ് ഓയിൽസ് ഒരുപാട് കാണാറുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ശരീരത്തിന്റെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. എന്ന് വെച്ചാൽ ശരീരത്തിന് കേടാണ്. പലപ്പോഴും ഇതുപോലുള്ള മരുന്നുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മാനുഫാക്ചറിങ് പ്രോസസ്സിംഗ് ശരീരത്തിന് ആവശ്യമായ എസെൻഷ്യൽ ന്യൂട്രിയൻസിനെ നശിപ്പിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഇതൊരു സപ്ലിമെന്റ് രൂപത്തിൽ അല്ലെങ്കിൽ ഗുളിക രൂപത്തിൽ വാങ്ങിക്കഴിക്കാതെ ഇതേ കണ്ടന്റ് ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുന്നത് ഉപയോഗിക്കുക. ചുരുക്കി പറഞ്ഞാൽ ഇതേ സപ്ലിമെന്റ്സ് എല്ലാം നമുക്ക് ഭക്ഷണത്തിലൂടെ ഫ്രീ ആയിട്ട് കിട്ടും. അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ ഹൃദയാരോഗ്യത്തിനായി സപ്ലിമെന്റിന് പകരം ഉപയോഗിക്കാവുന്നത് ഞാൻ പറഞ്ഞുതരാം. മത്തി, അയല തുടങ്ങിയ മീനുകളും ചെറിയ മീനുകളും ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഫ്രൈ ചെയ്യാതെ ഉപയോഗിക്കുക. അതുപോലെ നട്ട്സ്, സീഡ്സ്, അതുപോലെ അവക്കാഡോസ്, ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ്, ഇതെല്ലാം വളരെ നല്ലതാണ്. ഒരുപാട് പച്ചക്കറികൾ ഉപയോഗിക്കുക, ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കുക. ഇനി ഡയറ്റ് നിർബന്ധമാണെങ്കിൽ മെഡിറ്ററേനിയൻ ഡയറ്റ് ഉപയോഗിക്കുക. ഇതിനകത്ത് ഒലിവ് ഓയിൽ ഒരുപാട് ഉപയോഗിക്കാം. ഹൃദയത്തിന് നല്ല സപ്ലിമെന്റ് ആണ്. അതുപോലെ മറക്കാതെ ചെയ്യേണ്ട മറ്റൊരു കാര്യം എക്സർസൈസ് ആണ്. അത് ഹൃദയത്തിന് പറ്റിയ നല്ലൊരു സപ്ലിമെന്റ് ആണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കാശ് കൊടുത്ത് ഹൃദയത്തിന് സപ്ലിമെന്റ് വാങ്ങി ഉപയോഗിക്കുന്നതിന് പകരം ഇതുപോലുള്ള മാർഗങ്ങൾ ട്രൈ ചെയ്യും.